പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും എല്ലാവർക്കും കത്തോലിക്ക സഭയുടെ ഈ മതബോധന പഠന സഭയിലേക്ക് സ്വാഗതം. ഇത് 1055-ാമത്തെ ക്ലാസ്സാണ്. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് 1055 ദിവസം ഈ മതബോധന ഗ്രന്ഥം പഠിച്ച് അതിൽ പ്രബുദ്ധരായപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. എന്ത് മനസ്സിലായി? നമുക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലായി. എൻ്റെ കർത്താവ്, ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഇനി എന്തോരം പഠിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് രാവിലെ തന്നെ കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങളായതുകൊണ്ട് ലേറ്റായി. എന്നിരുന്നാലും ദൈവമെല്ലാം പരിപാലിച്ചു വരുവിൻ. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് നൽകിയത്. അങ്ങയുടെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അങ്ങയുടെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. ബലഹീനരായ ഞങ്ങളെ സമുദ്ധരിച്ചു. ആദത്തിൻ്റെ പാപം മൂലം ഉള്ള നമ്മുടെ ആ ബലഹീന പ്രകൃതി ഈശോ ഏറ്റെടുത്തു. മൃതരായ നമ്മളെ സമുദ്ധരിച്ചു. മൃതരായിരുന്നു നമ്മൾ. ഉത്ഭവപാപം മൂലം നമ്മുടെ ആത്മാവ് മാരകമായ അവസ്ഥയിലായിരുന്നു. ആ മാരകമായ അവസ്ഥയിൽ നിന്നും ഈശോ മിശിഹ തൻ്റെ ജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്തു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. ഇതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളണം, ദൈവം എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ നന്ദി പറഞ്ഞാൽ മതി. നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ളവരെയും, പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഉണ്ണീശോയിൽ നമ്മളെല്ലാവരും ഉണ്ട്. വരുവിൻ, നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ പ്രബോധനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ കൃപാവരം 2565 പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യഛേദനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിലെ കൃപാവരം. ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ഈ ത്രിവിധ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം പ്രവചനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ മോശ പറഞ്ഞ വാക്കുകൾ ഓർക്കുക. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിരുന്നെങ്കിൽ അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങളവരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം ഇപ്പോൾ എനിക്ക് ലഭിക്കാനും എൻ്റെ ഈ തൊണ്ടയിലെ പിടുത്തം മാറാനും എല്ലാവരും പ്രവചനപരത്താൽ നിറയാനും. അങ്ങനെ നിങ്ങൾ പ്രവചിക്കണം. പ്രവചിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കഴിഞ്ഞ 2-3 ദിവസത്തെ പ്രവചനം മുഴുവനും പറയുന്നത് അതാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ നിറയണേ, പരിശുദ്ധാത്മാവേ നിറയണേ. ത്രിവിധ അഭിഷേകം, മുപ്പരിച്ചരട് ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾ ആ മുപ്പരിച്ചരടിൽ തൂങ്ങി പൊങ്ങുക. മുപ്പരിച്ചരടിൽ തൂങ്ങും. Let the anointing of the Lord come down. Let the anointing of the Lord come down. Let the anointing of the Lord come down. Threefold anointing.
threefold anointing. Triple string rope. Triples. മുപ്പരിച്ചരട് മുപ്പരിച്ചരട്. പരിശുദ്ധാത്മാവേ, മുപ്പരിച്ചരട് ഞങ്ങളിലേക്ക് ത്രിവിധ അഭിഷേകം ചൊരിയണമേ. ത്രിവിധ അഭിഷേകം. എല്ലാവരും ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവേ നിറയണേ, ഞങ്ങളെല്ലാവരും നിറയണേ. യെസ്, റെഡി. ശലബല ഹലബല. anointing കം. അഭിഷേകം ചെറിയണേ. അഭിഷേകത്തിനായിട്ട് ദാഹിക്കുവിൻ. അഭിഷേകം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈശോ ജ്ഞാനസ്നാനത്തിന് ശേഷം പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. ചരിത്രപരമായ വലിയൊരു അഭിഷേകം പ്രപഞ്ചത്തിലേക്ക് വന്നു. ചരിത്രപരമായ ആ ചരിത്രപരമായ അഭിഷേകം. പിന്നീട് ആ അഭിഷേകം കൊണ്ടാണ് പ്രവചനവും പ്രഭാഷണവും എല്ലാം നടക്കുന്നത്. Praise you, Jesus. Thank you, Lord. Hallelujah. Shambarakira makurakira labara makara karabiya lamura karabiya lamura karabiya lamula. എന്റെ വാത്സല്യവാചനങ്ങളെ, എന്നിൽ നിന്നൊഴുകുന്ന പ്രവാഹം നിലയ്ക്കുമോ? എന്നിൽ നിന്നൊഴുകുന്ന പ്രവാഹം നിലയ്ക്കുമോ? നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് പോലും ഇത് മനസ്സിലാകുന്നില്ലേ? എന്നിൽ നിന്നൊഴുകുന്ന പ്രവാഹം നിലയ്ക്കാത്ത പ്രവാഹമാണ്. ആ നിലയ്ക്കാത്ത പ്രവാഹത്തിൽ ത്രിവിധ അഭിഷേകം കുടികൊള്ളുന്നു. എൻ്റെ പ്രവാചകത്വം, എൻ്റെ പൗരോഹിത്യം, എൻ്റെ രാജകീയത്വം, ആ ത്രിവിധ അഭിഷേകം കുടികൊള്ളുന്നു. അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി ശരീരം മുഴുവനിലേക്ക് ഒഴുകുന്ന, അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി കഴുത്തിന്റെ പട്ടയിലൂടെ ശരീരത്തിലേക്ക് ഒഴുകുന്ന അഭിഷേക തൈലം എന്ന് പറയുന്നത് ഈ ത്രിവിധ അഭിഷേകമാണ്. ശിരസാകുന്ന എന്നിലൂടെ എൻ്റെ കൂടെയുള്ള സഭ മുഴുവനിലേക്കും ഇത് പ്രവഹിക്കുന്നു. കേൾക്കുവിൻ, ചെവികളുള്ളവൻ കേൾക്കുവിൻ. ഈ അഭിഷേകം നിലയ്ക്കില്ല. നിങ്ങൾ ഓരോരുത്തരിലേക്കും നൽകിയിരിക്കുന്ന ഈ അഭിഷേകം നിലയ്ക്കില്ല. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലൂടെ, നിങ്ങളുടെ ആത്മാവിലൂടെ ഇത് ഞാൻ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും, നിങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിൽ പോലും എൻ്റെ അഭിഷേകം കുടികൊള്ളുന്നു. ശംബറാ ഹിരമിയല മുറമക്കാറാം അറമ്മക്കാര. എൻ്റെ ജ്ഞാനം, എന്നിലുള്ള വിശ്വാസം ലോകത്തിന് ഒരു പുതുവീഞ്ഞായിട്ട് ഇന്ന് ഞാനിതാ വിളമ്പുന്നു. ഈ പുതുവീഞ്ഞ് കുടിക്കുന്നവർക്ക് മാത്രമേ എൻ്റെ നീതി, എൻ്റെ രാജ്യം അനുഭവിക്കുകയും അത് പ്രസരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പുതുവീഞ്ഞ് കുടിക്കുന്നവന് മാത്രമേ അത് പ്രഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. പുതുവീഞ്ഞ് കുടിക്കുന്നവന് മാത്രമേ പുതിയ സൃഷ്ടിയാകാൻ സാധിക്കുകയുള്ളൂ. പുതുവീഞ്ഞ് കുടിക്കുന്നവൻ മാത്രമേ
പുതിയ നിയമത്തിന്റെ പ്രവാചകരാകാൻ സാധിക്കുകയുള്ളൂ. ത്രിവിധാഭിഷേകമാണ് ഈ പുതുവീഞ്ഞ്. ഈ ത്രിവിധാഭിഷേകം പഴയ തോൽക്കുടത്തിൽ നിറയ്ക്കാൻ പറ്റില്ല. പഴയ തോൽക്കുടങ്ങൾ 2 അഭിഷേകങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയതാണ്. 2 അഭിഷേകങ്ങൾക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ പഴയ തോൽക്കുടങ്ങളിൽ ഈ ത്രിവിധാഭിഷേകം എങ്ങനെ കുടികൊള്ളും? അതിനാൽ എന്റെ ജനമേ, പഴയ നിയമത്തിലെ 2 അഭിഷേകത്തിന് വേണ്ടി ഉണ്ടാക്കിയ തോൽക്കുടങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഞാൻ നൽകുന്ന 3 അഭിഷേകം ഉൾക്കൊള്ളാവുന്ന പുതിയ തോൽക്കുടങ്ങൾ സ്വീകരിക്കുവിൻ. പുതിയ വീഞ്ഞ് കുടിക്കുവിൻ. പുതിയ വീഞ്ഞിനാൽ നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ. പുതിയ തോൽക്കുടങ്ങളാകുവിൻ. പുതിയ തോൽക്കുടത്തിൽ നിറയ്ക്കുന്ന പുതുവീഞ്ഞ് പകരാൻ ആ വീഞ്ഞിന്റെ വീര്യം കൊണ്ട് തന്നെ ഞാൻ പദ്ധതി ചെയ്തിരിക്കുന്നു. നിങ്ങൾ അധരം തുറക്കുമ്പോൾ എന്റെ ആത്മാവ് നിങ്ങളിലൂടെ തീജ്വാല പോലെ, എന്റെ ആത്മാവ് തീ പോലെ, എന്റെ ആത്മാവ്, എന്റെ വചനം തീ പോലെ നിങ്ങളുടെ അധരത്തിലൂടെ പ്രവചിക്കപ്പെടും. പ്രവചിക്കുവിൻ, പ്രഘോഷിക്കുവിൻ. ഞാൻ പ്രവചിക്കുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുവിൻ. സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ പുതിയ പ്രവാചകരെ ഇതാ അഭിഷേകം ചെയ്തിരിക്കുന്നു. പുതിയ പ്രവാചകരെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രവാചകവരം അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രവാചകവരത്തെ തുറന്നു വിടുന്നു. പ്രവചിക്കുവിൻ. എഴുന്നേറ്റ് പ്രവചിക്കുവിൻ. ആമേൻ, 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 ആമേൻ. ഇതാ ഇപ്പോൾ തന്നെ പ്രവചനവരം പലരിലും ജ്വലിക്കുന്നു. പ്രവാചകവരം പലരിലും ജ്വലിക്കുന്നു. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രഘോഷിക്കുവിൻ. നിങ്ങളുടെ അധരത്തിൽ ഇപ്പൊ തന്നെ ചൂടുണ്ടാകും. നിങ്ങളുടെ അധരത്തിന് ചൂട് തോന്നും. നിങ്ങളുടെ മുഖത്ത് സ്പർശനം തോന്നും. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് വായ തുറക്കുമ്പോൾ കർത്താവ് പ്രവചിക്കും. നിങ്ങളിലൂടെ പ്രവചിക്കും. ആമേൻ, ആമേൻ, ആമേൻ. സ്വീകരിക്കുവിൻ. വന്ധ്യകളും പ്രവചിക്കും. വന്ധ്യകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. ഇതും പ്രവചനത്തിന്റെ ഭാഗമാണ്. വന്ധ്യകൾ പ്രസവിക്കും. Says the Lord. അതാണ് പ്രവചനത്തിലൂടെ സംഭവിച്ചത്. പഴയ നിയമത്തിൽ എത്ര വന്ധ്യകളാണ് പ്രസവിച്ചത് എന്ന പോലെ നമ്മളിൽ ബലം തരാതെ നിൽക്കുന്നവർ എല്ലാം ബലം തരാതിരിക്കുന്നത് പ്രവചനം വരാത്തത് കൊണ്ടാണ്. പ്രവചിക്കുമ്പോൾ അവരെല്ലാം ഫലം പുറപ്പെടുവിക്കും. ഇതും പ്രവചനമാകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹമുള്ളവരെയും, ദൈവത്തിനെന്തെങ്കിലും അസാധ്യമുണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ സ്ഥിരീകരണത്തിനുള്ള സൗഖ്യമാണ്. സൗഖ്യം ഒന്ന്, കാതിൽ വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. 2, നടക്കാൻ ബുദ്ധിമുട്ട്. ഒരു കാലിങ്ങനെ തളർന്നു പോകുന്നതായി തോന്നുകയാണ്. തളർച്ച പോലെ തോന്നുന്നു. നടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോകുന്നു. ആ കാലിനിപ്പോൾ കർത്താവ് ശക്തി നൽകുന്നു. ഇപ്പോൾ തന്നെ അങ്ങനെയുള്ളവർ ഇപ്പോൾ എഴുന്നേറ്റൊന്ന് നടന്നു നോക്കുകയും. 3, കാലിന് മുട്ടിന് വളരെ വേദന ഉണ്ടായിരുന്നത് സൗഖ്യപ്പെടുത്തുന്നു. മുട്ടിന് വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 3 സൗഖ്യങ്ങളാണ് ഇന്നത്തെ പ്രവചനത്തിൻ്റെ സ്ഥിരീകരണത്തിനായി കർത്താവ് നൽകുന്നത്.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വരുവിൻ, നമുക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു പാരഗ്രാഫ് വിട്ടുപോയി. അത് എൻ്റെ കാറ്റഗിസത്തിൻ്റെ സൈഡിൽ അതില്ല. 1176 സൈഡിൽ 2700 എന്ന് പറഞ്ഞൊന്ന്. അപ്പോൾ ആ 2700 നമ്മളൊന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് പോകുന്നു. 1176 മാർജിൻ 2700 പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വോക്കൽ പ്രെയർ, വാചിക പ്രാർത്ഥന 2700. തൻ്റെ വചനം വഴി ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു. കണ്ടോ, തൻ്റെ വചനം വഴി ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന മാനസികമോ വാചികമോ ആയ വാക്കുകളിൽ ഉയരുന്നു. എന്നാൽ സർവപ്രധാനമായ കാര്യം നാം പ്രാർത്ഥനയിൽ ആരോട് ഭാഷിക്കുന്നുവോ അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കണം. അതാണ്, അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കണം. ആയിരിക്കണം നമ്മുടെ ഹൃദയം എന്നതാണ്. നാം പ്രാർത്ഥനയിൽ ആരോട് ഭാഷിക്കുന്നുവോ, ഇതൊക്കെ യാമപ്രാർത്ഥനയോട് ബന്ധപ്പെടുത്തിയുള്ള പ്രബോധനമാണെങ്കിലും ഏതൊരവസ്ഥയിലും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അവിടുത്തെ സാന്നിധ്യവുമായിട്ടൊന്നാകണം. അതുകൊണ്ടാണ് ദൈവം തൻ്റെ സാന്നിധ്യത്തെ തന്നെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൂടാതെ ഈശോ പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവിടെ എൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഈ വരദാനാഭിഷേക ധ്യാനത്തിൻ്റെ പ്രധാന ഒരു രഹസ്യം ഞാൻ ഒരാളിങ്ങനെ വചനം പ്രഘോഷിക്കുക എന്നതിലല്ല. അവിടെ നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് പ്രയറിൽ 3 or 4 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവ സാന്നിധ്യം അവിടെ കാണുകയാണ്. ഉടനെ തന്നെ ഈശോയും പരിശുദ്ധാത്മാവിൻ്റെയും ക്രിയാത്മകമായ സാന്നിധ്യം, ഹിന്ദിയിൽ നിന്നാണ് ആ വാക്ക് പഠിച്ചത്, ക്രിയാശീൽ ഹോതായ, ദൈവത്തിൻ്റെ ക്രിയാത്മകമായ സാന്നിധ്യമാണ് 2 or 3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത്. അതാണ് കമ്മ്യൂണിറ്റി പ്രെയർ. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയിലുണ്ട്. എന്നാൽ അതേ സമയത്ത് 2 or 3 പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും പരിശുദ്ധാത്മാവും അവിടെ വന്ന് നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾക്ക് ദർശനം തരുന്നു, നമുക്ക് സൗഖ്യം തരുന്നു, നമ്മളുടെ വരദാനങ്ങളെ എല്ലാം പുറത്തു വരുന്നു. ഇന്നലെ ഇവിടെ എറണാകുളത്ത് ഒരു ഗ്രൂപ്പിൽ ഞാൻ ലേഡീസിൻ്റെ സഹോദരിമാരുടെ ഒരു ഗ്രൂപ്പാണ്. അവർക്ക് 1/2 മണിക്കൂർ ഞാൻ വരദാനങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ട് ചെറിയ ഗ്രൂപ്പുകളായിട്ട് എല്ലാവരെയും ഇരുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇതാ വലിയ അഭിഷേകം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരും കുറച്ച് സമയം ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ അല്പസമയം ഒരുമിച്ച് കൂടി അവരുടെ വേദനകൾ പങ്കുവെച്ചുകൊണ്ടും അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ സാന്നിധ്യത്തിലാണ് നമ്മുടെ ഹൃദയം എന്നതാണ്. ദൈവ സാന്നിധ്യവും നമ്മുടെ ഹൃദയവും തമ്മിൽ നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുമോ ഇല്ലയോ എന്നത് നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ എണ്ണത്തെ അല്ല, നമ്മുടെ ആത്മാവിൻ്റെ തീഷ്ണതയാണ് ആശ്രയിച്ചിരിക്കുക. നമ്മുടെ ആത്മാവിൻ്റെ തീഷ്ണത. ഈ പ്രവചനത്തിൻ്റെ എല്ലാം വലിയ ഒരു കാര്യം, നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ഒന്നായാലല്ലേ പ്രവചനം വരുള്ളൂ. നമ്മൾ ഈ വാചക പ്രാർത്ഥനകൾ പഠിച്ച് അതിങ്ങനെ കാണാപ്പാഠം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായാൽ പോരാ. ഓക്കെ, 1178 അതിൻ്റെ സൈഡിൽ 1378 കൂടി എടുക്കാം. 1178 കുർബാന ആഘോഷത്തിൻ്റെ തുടർച്ച പോലുള്ള യാമപ്രാർത്ഥനകൾ
ദൈവജനത്തിൻ്റെ വിവിധ ഭക്ത്യാഭ്യാസങ്ങൾ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആരാധനയും വണക്കവും ഒഴിവാക്കുന്നില്ല. പിന്നെയോ പൂരകമായ രീതിയിൽ ആവശ്യപ്പെടുകയാണ്. ഇത് ദിവ്യകാരുണ്യ ആരാധന വിശുദ്ധ കുർബാനയുടെ തുടർച്ചയാണ് എന്നുള്ളതിൻ്റെ പ്രബോധനം കൂടിയാണ്. ഇതിന് ഉപോത്ബലകമായി 1378 നമുക്ക് കാണാം. 1378 ദിവ്യകാരുണ്യ ആരാധന. എന്താണ് ദിവ്യകാരുണ്യ ആരാധന എന്ന് പറഞ്ഞാൽ? അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിലുള്ള ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ നമുക്കുള്ള വിശ്വാസം കുർബാനയുടെ ആരാധനക്രമത്തിൽ പല രീതിയിൽ പ്രകടിക്കപ്പെടുന്നു. നമ്മൾ വിശുദ്ധ കുർബാന ഉയർത്തിക്കൊണ്ട് ഈശോയെ ആരാധിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. അപ്പോൾ ആ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട്. Through him, with him, in him, in the unity of the Holy, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൽ തന്നെ, ക്രിസ്തുവിനോടുകൂടെ. കർത്താവിനെ ആരാധിക്കുന്നതിൻ്റെ അടയാളമായി മുട്ടുകുത്തുന്നതും നന്നായി കുമ്പിടുന്നതും അവയിൽപ്പെടുന്നു. കത്തോലിക്ക സഭ ദിവ്യകാരുണ്യ കൂദാശയ്ക്ക് കുർബാനയുടെ സമയത്തും മാത്രമല്ല, കുർബാനയ്ക്ക് പുറമേയും ആരാധന അർപ്പിച്ചിരുന്നു, ഇപ്പോഴും അർപ്പിക്കുന്നു. കൂദാശ ചെയ്യപ്പെട്ട ഓസ്തികൾ ഏറ്റവും ശ്രദ്ധയോടും സൂക്ഷിച്ചുകൊണ്ടും വിശ്വാസികളുടെ ആഘോഷപൂർവമായ ആരാധനയ്ക്ക് അവ പ്രദർശിപ്പിച്ചുകൊണ്ടും അവയെ സംവഹിച്ച് പ്രദക്ഷിണം നടത്തിക്കൊണ്ടും ഇത് ചെയ്യുന്നു. വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമാണ്. അപ്പോൾ നമുക്കിതിൽ അല്പം പോലും സംശയമില്ല, ഇതാണ് നമ്മുടെ ജീവശ്വാസം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ, ഇപ്പോൾ നമ്മളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ 2 ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്നാണ് മിനിയും സണ്ണിയും കോട്ടയത്തുള്ള നമ്മുടെ ബൈബിൾ അക്കാഡമിയിലുള്ള ആരാധനാ കേന്ദ്രത്തിൽ ദിനരാത്രം, ഡേ ആൻഡ് നൈറ്റ് പ്രാർത്ഥിക്കുന്നു. ആ ഗ്രൂപ്പ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതവിടെ. അതോടൊപ്പം വിയന്നയിലെ നമ്മുടെ ഓഫീസിൽ നിന്ന് മരിയയും മേരിയും ഇതിൽ ജോയിൻ ചെയ്യുന്നു. അതോടൊപ്പം വേറെ സ്ഥലങ്ങളിലും നിത്യാരാധനയിൽ ആരാധിക്കുന്നവർ, ഈശോയെ ആരാധിക്കുന്നവർ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. നമുക്കതിനെപ്പറ്റി നന്ദി പറയാം. അങ്ങനെ ഭാരതത്തിൽ 100-ൽ പരം ആരാധന സെൻ്ററുകൾ ഉണ്ടാക്കണമെന്ന് കർത്താവ് പ്രവചിച്ചു. അത് കർത്താവ് നടപ്പിലാക്കി. ഒരു കാലത്ത് 35 നിത്യാരാധനാ കേന്ദ്രങ്ങളിൽ നമ്മളുടെ ടീം തന്നെ പോയി ആരാധിച്ചിരുന്നു. അതെല്ലാം ഇപ്പോഴും നിലകൊള്ളുന്നു. അതെല്ലാം അവിടുത്തെ ലോക്കൽ ടീമുകൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ഇപ്പോഴും കുടികൊള്ളുന്നു. അങ്ങനെ സഭയുടെ നവോത്ഥാനത്തിൽ, ഈവൻ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഡൽഹിയിൽ നമ്മളുടെ സജഷൻ ഇതായിരുന്നു: രാപകൽ ആരാധന തുടങ്ങിയാലേ നവീകരണം വളരുകയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ ടീമിൽ മാനുവലിനെയും ബേബിനെയും അതിനുവേണ്ടി അയച്ചു. അതുപോലെ ഡൽഹിയിലുള്ള ധ്യാനകേന്ദ്രം ആരംഭിച്ചത് വെറും പുഞ്ചപ്പാടത്ത് ഒരു ചെറിയ ഓല ഷെഡ് കെട്ടി അവിടെ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് മാനുവലും ബേബിയും പിന്നെ മാറി മാറിയ ആൾക്കാർ, ഒരു ടോയ്ലറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ആലോചിച്ച് നോക്കണം. അങ്ങനെ അവിടെ ഞങ്ങളുടെ ടീം ആരാധന ആരംഭിച്ചു. അതാണ് ഇന്ന് ഡൽഹിയിൽ കാണുന്ന വലിയ ധ്യാനകേന്ദ്രത്തിൻ്റെ തുടക്കം. അതുപോലെ
കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ നാഷണൽ ഓഫീസിൽ നമ്മൾ ആരാധന ആരംഭിച്ചു. ദിനരാത്രം അതിൻ്റെ സകല ചെലവുകളും നമ്മൾ തന്നെ എടുത്തിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി ഉടനെ അധികം താമസിയാതെ നാഷണൽ ഓഫീസിന് വലിയ ഒരു ബിൽഡിംഗ് വാങ്ങാനുള്ള അനുഗ്രഹമുണ്ടായി. അവിടേക്ക് ആരാധന മാറി. അവിടുന്ന് പിന്നെ മറ്റ് ആരാധനാ സിസ്റ്റേഴ്സിനും മറ്റുള്ളവർക്കുമായിട്ട് അത് അവരവിടെ ആരാധിക്കാൻ ആരംഭിച്ചു. പക്ഷെ അതിൻ്റെ എല്ലാം ആരംഭം നമ്മളിലൂടെയാണ്. എന്നാൽ ഇതെല്ലാം സ്വർഗത്തിന് മാത്രം അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ആരും അതിന് നന്ദി പ്രകടിപ്പിക്കാറുമില്ല. കംപ്ലൈൻ്റ് ആയിട്ടല്ല, കർത്താവ് തന്നെ പറയാറുണ്ട്, നിങ്ങൾക്ക് നന്ദി സ്വർഗത്തിലിരിക്കണ എല്ലാവർക്കും നിങ്ങളറിയാം. ഒരിക്കലൊരു നാഷണൽ കൺവെൻഷന് നമ്മൾ നേരത്തെ 40 ദിവസം മുൻപേ പോയി ആരാധന ആരംഭിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ കൺവെൻഷൻ സമയത്ത് നന്ദി പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് ഈ 40 ദിവസം മുമ്പ് നമ്മുടെ ആളുകൾ ഉപവാസിച്ച് പ്രാർത്ഥിച്ച അവരെയൊക്കെ ഓർക്കുക പോലും ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ ആളുകൾക്കത് ഭയങ്കര പ്രയാസമല്ലേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, സ്വർഗത്തിലിരിക്കണ എല്ലാവർക്കും നിങ്ങളെ അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ നീന കോസ്മോസ്, സണ്ണി, നമ്മുടെ മിനി, ഇവരെല്ലാം 10-30 വർഷമായിട്ട് ദിനരാത്രം ആരാധനയാണ്. അതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം കഴിഞ്ഞ മാസം വെള്ളപ്പൊക്കമായിട്ട് നമ്മുടെ ആരാധനാ കേന്ദ്രത്തിൽ വെള്ളം കയറി, ആരാധന നിർത്തേണ്ടി വന്നു. മിനിയും സണ്ണിയും വീട്ടിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് അവർക്കൊക്കെ അസുഖമായി. മിനിക്ക് പക്ഷെ ആരാധന ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ സകല അസുഖം മാറി. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ശ്വാസമാണ്, ജീവിതമാണ്. ദിനരാത്രം എന്നെ വിളിച്ച് കരയുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ ഞാൻ കാലവിളംബം കാണിക്കുമോ? ഇപ്പോൾ ഒരു സാക്ഷ്യമായിട്ട് പറയുകയാണത്, ഒറീസയും ബീഹാറും ഭാഗത്ത് ജാസുഗുഡയിൽ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ 10-25 വർഷം മുമ്പാണ്. അവിടെ പിതാക്കന്മാർ പറയാണ്, ഇവിടെ അരുൾദാസ് എന്ന് പറയുന്ന ഒരു അച്ഛനെ താരാ സിംഗ് എന്ന് പറയുന്ന ഒരാൾ കുത്തിക്കൊന്നു. പക്ഷെ പോലീസ് പറയണത് താരാ സിംഗിനെ പിടികിട്ടാ പുള്ളിയാണ്, അദ്ദേഹത്തെ കിട്ടാനില്ല, കാണാനില്ല, എവിടെയെന്ന് ഒരു പിടുത്തവുമില്ല. പക്ഷെ താരാ സിംഗ് നമ്മുടെ മുമ്പിലൂടെ നടന്നു പോവാണ്. എന്നാൽ അയാളെ പിടിക്കാൻ പോലീസിന് ധൈര്യമില്ല. എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അച്ഛന്മാരും സിസ്റ്റേഴ്സും അകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന വചനം ഇതായിരുന്നു, ദിനരാത്രം എന്നെ വിളിച്ച് കരയുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ ഞാൻ കാലവിളംബം കാണിക്കുമോ? ഞാൻ വേഗം നടത്തി തരും. ഇതൊക്കെ പ്രവചനം കൂടിയാണ്. എന്തിനു പറയണു? ഞാനിത് പറഞ്ഞപ്പോൾ അവർ പറയാം, ഞങ്ങളെല്ലാ മഠത്തിലും പ്രാർത്ഥനയുണ്ട്, പക്ഷെ പകല് മാത്രമേ ഉള്ളൂ, രാത്രി അവർക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ദിനരാത്രം പ്രാർത്ഥിക്കാനാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞു. 18 ലൂക്ക 18:6-7 അവിടെയാണ് ദിനരാത്രം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്നു മുതൽ ദിനരാത്രം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. താരാ സിംഗ് അറസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടും ഞങ്ങൾക്ക് നീതി നടത്തി കിട്ടാൻ വേണ്ടിയിട്ടും ഇന്നു മുതൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പിതാക്കന്മാരാദ്യം ചോദിച്ചു, ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ പോകും, അപ്പോൾ ഈ പ്രാർത്ഥനക്കാർ ഇവിടെ ഉണ്ടാവുമോ പ്രാർത്ഥിക്കാൻ? തീർച്ചയായിട്ടും
അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചു, ധാരാ സിംഗ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ ഞങ്ങളുടെ ടീം പ്രാർത്ഥിക്കും. പക്ഷേ ഇവിടെയും ഞാൻ ഇപ്പോഴും കർത്താവിനോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ വിശ്വസിച്ചില്ല ഇത്ര പെട്ടെന്ന് നടക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചു കുറേ നാൾ, അവരൊരു വർഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, നടക്കണില്ല. ഞങ്ങൾ ഈ സാധാരണ അൽമായരിൽ 4 പേര് 40 ദിവസം ഉപവസിക്കുന്നവർ നമ്മുടെ ടീമിലുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ധ്യാനമൊക്കെ ആയിട്ട് ഞാനും ടീമും പോകുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങ് പ്രാർത്ഥിക്കുക. ധാരാ സിംഗ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ നമ്മൾ പ്രാർത്ഥിക്കാം. യെസ്, എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ആരാധന ആരംഭിച്ചു. രാവും പകലും എന്നെ വിളിച്ച് കരയുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ കാലവിളംബം കാണിക്കുമോ? ഞാൻ വേഗം നടത്തി തരും. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനകൾ പോരാ. ദിനരാത്രം എന്നെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതാ ഇപ്പോ ഒരാൾക്ക് ശക്തമായ നടുവേദന ഉള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ശക്തമായ നടുവേദന കൊണ്ട് എണിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു. അത് ഈ ദിനരാത്രം ആരാധനയുടെ ആവശ്യകതയെ അടിവരയിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനു പറയണോ? ജാസുകുടായിൽ ഈ ധ്യാനത്തിൻ്റെ നടുക്ക് 4 ബിഷപ്പുമാരും 800ഓളം സിസ്റ്റേഴ്സും 300ഓളം അച്ഛന്മാരെയും ധ്യാനിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് സംഭവിക്കുന്നത്. ഈ ആരാധന ആരംഭിച്ച 24 മണിക്കൂറിനകത്ത് ധാരാ സിംഗ് ഗിരഫ്താർ ഹോ ഗയാ. ധാരാ സിംഗ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്, അന്നത്തെ ന്യൂസ് പേപ്പറിൽ, ഹിന്ദി ന്യൂസ് പേപ്പറിൻ്റെ ആദ്യത്തെ പേജ് മുഴുവനും ചുമന്ന അക്ഷരത്തിൽ ഒരു പേജിൽ മുഴുവനും എഴുതിയിരിക്കുകയാണ്, ധാരാ സിംഗ് ഗിരഫ്താർ ഹോ ഗയാ. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ദിനരാത്രം എന്നെ വിളിച്ച് കരയുന്ന എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ കാലവിളംബം കാണിക്കുമോ? എന്താണ് ഇന്ന് സഭയിൽ ആവശ്യം? സഭയിൽ ഇനിയും ആവശ്യം വിശുദ്ധ കുർബാന മധ്യ ആരാധിച്ചാൽ മാത്രം പോരാ. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തുടർച്ചയായി ദിവ്യകാരുണ്യ ആരാധനയും ഉണ്ടാകണം. രാവും പകലും ആരാധിക്കണം, ദിനരാത്രം ആരാധിക്കണം. ശലബല ഹലബല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതുപോലെയുള്ള ആരാധനാ കേന്ദ്രങ്ങൾ ഉയരട്ടെ. ഇനിയും ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ വൽക്കാം. എല്ലാ ആശുപത്രികളിലും ഇത് സാധിക്കും. എല്ലാ ആശുപത്രികളും, അന്ന് നമ്മൾ തുടങ്ങിയ പല ആശുപത്രികൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും, ടെലിവിഷൻ ചാനലുകളിലും, ശിശുശാലയങ്ങളിലും, എല്ലാ സ്ഥലത്തും, എല്ലാ ബിഷപ്പ് ഹൗസിലും. എന്തുകൊണ്ടായിക്കൂടാ? എന്തെല്ലാം പ്രോജക്റ്റുകൾ ഓരോ ബിഷപ്പ് ഹൗസിൻ്റെ അണ്ടറിലുണ്ട്. എന്തുകൊണ്ടാ ബിഷപ്പ് ഹൗസിൽ ഒരു മുറിയിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് അവിടെ ഉള്ളവരും പുറത്തുള്ളവരും ചേർന്ന് രാവും പകലും ആരാധിച്ചുകൂടാ? പ്രാർത്ഥിക്കുവിൻ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ബിഷപ്പ് ഹൗസുകളിലും ദിനരാത്രം ആരാധന ഉയരട്ടെ. എല്ലാ ആതുരാലയങ്ങളിലും
എല്ലാ അനാഥാലയങ്ങളിലും എല്ലാ ആശുപത്രികളിലും ദിനരാത്രം ആരാധന ഉണ്ടാകട്ടെ. ശലഹലബല. ദിനരാത്രം എന്നെ വിളിച്ച് കരയുന്നത് എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി തരാൻ കാലവിളംബം കാണിക്കുമോ? ശലഹലബല ഹലബല ഹലബല ഹലബല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും 1378 വിശുദ്ധ കുർബാനയുടെ ആരാധനയെക്കുറിച്ച് 1378 ഉൾക്കൊണ്ടുകൊണ്ട് സാധിക്കുന്ന പോലെ നിങ്ങൾ കൂടുതൽ സമയം ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ചെലവഴിക്കണം. കർത്താവിനെ പെട്ടിയിൽ അടച്ചു വയ്ക്കാൻ വേണ്ടിയല്ല. എൻ്റെ ആലയം സകല ജനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമായിരിക്കുമെന്ന് ഈശോ ദേവാലയ ശുദ്ധീകരണ സമയത്ത് അരുളി ചെയ്തത്. സഭയാകുന്ന തന്റെ ആലയത്തിൽ ദിനരാത്രം ആരാധന നടത്തണമെന്നതിന് വേണ്ടിയല്ലേ? 1378 ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ദിവ്യകാരുണ്യ ആരാധന അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിലുള്ള ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ നമുക്കുള്ള വിശ്വാസം. കുർബാനയുടെ ആരാധനക്രമത്തിൽ പല രീതികളിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. കർത്താവിനെ ആരാധിക്കുന്നതിന്റെ അടയാളമായി മുട്ടുകുത്തുന്നതും നന്നായി കുമ്പിടുന്നതും അവയിൽ പെടുന്നു. അതൊന്നും പോരാ. കത്തോലിക്ക സഭ ദിവ്യകാരുണ്യ കൂദാശയ്ക്ക് കുർബാനയുടെ സമയത്ത് മാത്രമല്ല, കുർബാനയ്ക്ക് പുറമേയും ആരാധന അർപ്പിക്കുന്നു, ഇപ്പോഴും അർപ്പിക്കുന്നു. കൂദാശ ചെയ്യപ്പെട്ട ഓസ്തികൾ ഏറ്റവും ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊണ്ടും വിശ്വാസികളുടെ ആഘോഷപൂർവമായ ആരാധനയ്ക്ക് അവ പ്രദർശിപ്പിച്ചുകൊണ്ടും, അതാണ് എക്സ്പോസ്, പ്രസസ് സാക്രമെന്റ് ഈസ് എക്സ്പോസ്ഡ്, അവ പ്രദർശിപ്പിച്ചുകൊണ്ടും അവയെ സംവഹിച്ച് പ്രദക്ഷിണം നടത്തിക്കൊണ്ടും. അതാണ് നമ്മൾ ഒരിക്കൽ മാത്രം അത് ചെയ്യുന്നുള്ളൂ. കോർപ്പസ് ക്രിസ്റ്റി സമയത്ത് പട്ടണത്തിലൂടെ ഈശോയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നു. ഇതല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാം. ഓരോ സ്ഥലത്ത് ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട് പ്രദർശനം നടത്തിക്കൊണ്ട് ഇത് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന, ഇങ്ങനെയുള്ള പ്രാർത്ഥന ലോകം മുഴുവനും പ്രചരിക്കുമാറാകട്ടെ. എല്ലാവരും സ്തുതിച്ചൊന്നുകൂടി പ്രാർത്ഥിക്കാം. കർത്താവേ നന്ദി. കർത്താവേ, ഇന്നത്തെ പ്രവചനങ്ങളിലൂടെയും ഇന്നത്തെ ക്ലാസ്സിലൂടെയും സഭ മുഴുവനിലും അഭിഷേകം ചൊരിയപ്പെടട്ടെ. സഭ മുഴുവനിലും ഒരു നവോത്ഥാനം ഉണ്ടാകട്ടെ. സഭ മുഴുവനിലും ആരാധിക്കുന്ന ജനമുണ്ടാകട്ടെ. ആരാധിക്കുന്ന വൈദികരുണ്ടാകട്ടെ. ആരാധിക്കുന്ന സന്യസ്തരുണ്ടാകട്ടെ. ആരാധിക്കുന്ന ആത്മായ ശുശ്രൂഷകരുണ്ടാകട്ടെ. സഭ മുഴുവനിലും ദിനരാത്രം ആരാധനാലയങ്ങൾ തുറക്കട്ടെ. ഹലബല 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 ഹലബല. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകം നൽകണം. ആരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്ത് പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ പോലും സൗഖ്യം കിട്ടിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. സഹോദരർ 133 സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണ്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹം അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. സഹോദരർ ഒരുമയോടെ ആയിരിക്കുന്നത് എത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തേത്. അതാണ് സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന
ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. കണ്ടോ? സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അതാണ് സഭ. സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നതാണ് സഭ, ക്രിസ്തുവിൻ്റെ ശരീരം. Let the anointing of the Lord come down. Let the anointing of the Lord come down. Let the anointing of the Lord come down. കണ്ടോ? അതാണ് അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അഭിഷേകവും പ്രദാനം ചെയ്യുന്നത്. അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്ത് പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ്. അഭിഷേക തൈലം, ത്രിവിധ അഭിഷേകം. ആ ത്രിവിധ അഭിഷേകമാണ് ഇതെന്ന് ഇന്നത്തെ പ്രവചനത്തിൽ വന്നു. ഞാനിത് ഓർത്തൊന്നുമല്ല, പ്രവചനത്തിൽ ഉണ്ടായതാണ്. ശരിക്കും അത് പ്രവചനം തന്നെയാണ്. എന്താണ് ആ അഭിഷേക തൈലം? അതാണ്. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു.